ഓർഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതാ, അപ്പോഴാ മന്ത്രി വിളിച്ചത്. അയ്യോ പാവം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനൊക്കില്ല. കപ്പൽ നാളെ തിരിച്ചു പോകും. ഹലോ, അതെ, ആരാ സംസാരിക്കുന്നത്? ആരാണെന്ന് അവസാനം പറയാം. ആദ്യം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ബഷീറിനെ ഡീപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട. സമർത്ഥനായ ഒരു വക്കീലായിരുന്നിട്ട് കൂടി നിങ്ങളുടെ സീനിയർ അഡ്വക്കേറ്റ് ഭാസ്കര പിള്ളയുടെ ചിന്തയിൽ ഇങ്ങനെയും തോന്നാത്തത് എന്തുകൊണ്ടാ? അത് ഓർക്കുമ്പോഴാ എനിക്ക് ആശ്ചര്യം. എന്ത് തോന്നാത്തെന്ന് നിങ്ങൾ കാര്യം പറയണം. ധൃതി വയ്ക്കാതെ പറയാം. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസോ? അതെ. കപ്പലിലെ ക്യാപ്റ്റൻ അന്യായമായി ബഷീറിനെ തടങ്കൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അയാളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഒരു ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ മൂവ് ചെയ്താൽ നിങ്ങൾ വിജയിക്കില്ലേ? സംശയിക്കേണ്ട. അർജന്റ് റിറ്റ് പെറ്റീഷൻ രാവിലെ മൂവ് ചെയ്താൽ ഉച്ചയ്ക്ക് മുൻപ് ഓർഡർ ആകും. കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് കോടതി ആളെ പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ കപ്പലിന്റെ മൂവ്മെന്റ് തടയാനുള്ള അധികാരം കോടതിക്കുണ്ട്. ആളെ തിരിച്ചറിയുന്നത് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കാൻ കോടതി ഉത്തരവിടും. നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ? മിസ്റ്റർ എക്സ്, എന്റെ പേര് അതാണ്. ഹലോ ഹലോ, ആരാ ഫോൺ ചെയ്തേ? മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സോ? ഒരു ചായ താമേ. ക്യാപ്റ്റൻ എന്ത് പറഞ്ഞു സർ? എന്ത് പറയാൻ, നാളെ ഉച്ചയ്ക്ക് ബഷീറിനെ കൊണ്ട് കപ്പൽ തിരിച്ചു പോകും. സർ, ഒരു ഹേബിയസ് കോർപ്പസ് മൂവ് ചെയ്താലോ? ഹേബിയസ് കോർപ്പസോ? അതെ സർ. അന്യായമായി ബഷീറിനെ കപ്പലിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു അർജന്റ് പെറ്റീഷൻ മൂവ് ചെയ്താൽ സ്പെഷ്യൽ ഓർഡർ വഴി ബഷീറിനെ നാളെ കോടതിയിൽ എത്തിക്കാം. എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ ഐഡിയ? ഓഫീസിൽ ഹേബിയസ് കോർപ്പസ് റിട്ടിന്റെ ബുക്കിരിപ്പുണ്ട്, ഒന്നെടുത്ത് വായിച്ചു നോക്ക്. ഇത് എന്റെ ഐഡിയ അല്ല. ആരുടെ ഐഡിയ ആയാലും ശരി, അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഇവിടെ ആരുണ്ട് ബഷീറിന്റെ അടുത്ത ബന്ധുക്കളോ ആത്മസുഹൃത്തുക്കളോ ആയിട്ട്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കോടതിയുടെ ആവശ്യമുണ്ടോ? എമിഗ്രേഷൻ ഓഫീസിൽ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ ആളെ വിട്ടുകിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ക്യാപ്റ്റനോടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ബഷീറിനെ. ഐ എം സോറി സർ. ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഒന്ന് ചിന്തിക്കണം. ആരാ ചേട്ടാ ഈ എക്സ്? എക്സോ? അതെ സർ, എക്സ് ആണ് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത്. ഏത് എക്സ്? ഹലോ, എടാ വക്കീൽ സാറാണോടാ? എന്ത് പറ്റി? തോറ്റ് തുല്യം പാടിയോ? അയ്യോ, അനാഥന് നാഥന ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ, ഇതിന് നടന്നില്ലല്ലേ? കേസില്ലെങ്കിൽ പറയടാ, ഞാൻ തരാം. നേരിട്ട് വന്ന് പറയടാ റാസ്കൽ. പെരട്ടാടാ കൊച്ചലെ, നീ ആര് ധർമ്മപുത്രനോ? നീതിയും ധർമ്മവും നടത്താം. നീ ആണെങ്കിൽ നിന്റെ തന്ത സിംഹം കേശമുള്ളയാണെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. അനാഥനെ നിന്ന് കളത്തു നടക്ക്. ഞാൻ കാണട്ടെ. പട്ടി കഴുവറടാ മോനെ, ഞാൻ സിംഹം കേശവലയുടെ മോൻ തന്നെയാടാ. നാളെ കപ്പൽ തുറമുഖം വിടുമ്പോ ബഷീർ അതിലുണ്ടാവില്ല, നീ നോക്കിക്കോ. വേണ്ട ഏട്ടാ, വഴക്കിനൊന്നും പോകണ്ട. സർ, വാശിയൊന്നും വേണ്ട. ആരെങ്കിലും ഫോണിൽ കൂടെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച്. എനിക്ക് വാശിയാണ്. ഇതേ, നാളെ കപ്പൽ തുറമുഖം വിടുമ്പോ ബഷീർ അതിലുണ്ടാവില്ല. നിയമം കൊണ്ട് സാധിക്കാത്തത്